ഇപ്പോൾ ഈ കണ്ടില്ലേ പാടം പോലെ എത്ര പോലെ ദൂരത്തൊക്കെ നോക്ക് ഒരുപാടുണ്ട്. ഇതെല്ലാം ബോഗൺവില്ലയാണ്. ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. അന്നിപ്പോൾ നമ്മളുള്ള മണ്ണുത്തിയിലൊരു നഴ്സറിയിലാണ്. എത്ര പോലെ ഏരിയയിലാണ് ഈ ബോഗൺവില്ല ഉള്ളത്. ഇപ്പം നമ്മളുള്ളത് തൃശ്ശൂരാട്ടോ. ഞങ്ങൾ കുറച്ച് ബോഗൺവില്ല വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ കണ്ണ് തള്ളി. അമ്മാതിരി ബോഗൺവില്ലയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ഉള്ളിക്കാണ് അല്ലേ? അല്ല ജാബിയ, എനിക്ക് കണ്ണല്ലേ തള്ളിയിട്ടുള്ളൂ, എൻ്റെ കിളി പോയിട്ടുണ്ട്. ആ കിളി പോയി നോക്കേ. ഇങ്ങനത്തെ ഈ സാധനം കാണുമ്പോൾ നമുക്ക് ആർക്കായാലും ഒന്ന് വീട്ടിലൊന്ന് കൊണ്ടാക്കാൻ തോന്നും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചെറിയൊരു വീടുണ്ടാക്കുന്ന ആളുകളെ മുമ്പിൽ ഉണ്ടാവും ഈ ഒരു സാധനം ബോഗൺവില്ല. നമ്മുടെ മലപ്പുറം ജില്ലയിൽ പറയില്ലേ എന്ത് കടലാസും പൂക്ക്, ആ സാധനമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പഴയ കാലത്ത് കടലാസും പൂക്ക്, ഇപ്പോൾ കടലാസും പൂക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയില്ല. ബോഗൺവില്ല എന്ന് പറയണം, എന്നാലും അറിയില്ല. ആ സാധനമായിട്ട് ഇവിടെ നല്ല വില കുറവുണ്ടെന്ന് പറഞ്ഞാൽ. കാരണം നമ്മളെ റോഡിൻ്റെ സൈഡിൽ ഈ ടൗണിൽ നിന്നൊക്കെ നഴ്സറിയിൽ നിന്ന് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വില കൂടുതലാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് വന്നാൽ എന്തായാലും വില കുറവുണ്ടാവും. കാരണം ഇവിടെ നിന്നാണ് ലോഡ് കണക്കിന് പോണത്. ഇതേത് മണ്ണുത്തിയിലാട്ടാ. ഇത് ആളുകൾക്ക് പ്രത്യേക ഒരു ഹരാണ്. ഈ ഒരു ചെടിൻ്റെ കമ്പുള്ള ആളുകൾക്ക് പ്രത്യേക ആദ്യം ഒരു വാങ്ങലും ആദ്യം ബോഗൺവില്ലയാണ്, എന്നിട്ട് ബാക്കിയുള്ളത് ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഈ വെയിലുള്ള ടൈമിലാണ് ഈ സാധനം നല്ലപോലെ ഉണ്ടാവുകയുള്ളൂ അല്ലേ? ഇനി എൻ്റെ കണ്ണ് തള്ളി എന്ന് പറയാൻ പാടില്ല, കിളി പോയി എന്നേ പറയാൻ പാടുള്ളൂ. ആ ഇതിന് കൊണ്ടുപോകുന്നവർക്ക് എന്താ കണ്ണും തള്ളും കിളിയും പോവും. അതാണ് ഈ സാധനം ഒന്ന് കൊണ്ടുവച്ചു പോയിട്ടാ. ഇതിൻ്റെ ഇലക്ക് എന്ന് പറഞ്ഞാൽ രണ്ടാണ്, വെള്ളപ്പാണ്ട് പിടിച്ച മാതിരി സാധനം കണ്ടില്ലേ, രണ്ട് കളറ്. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ വേറെ റോസ് മാത്രമല്ല, ഇതിന് പേരുണ്ട്. ചില്ലി, മല്ലി, കൊത്തമ്പാലി, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. നമുക്കത് അറിയാത്തോണ്ടാ. ഇതിൻ്റെ ആളുകൾ വന്നാൽ അതിൻ്റെ പേരാണ്ട് പറഞ്ഞുതരും. ഇവിടെ വന്ന സാധനം വാങ്ങും ചെയ്യുക, കൊണ്ടുവന്നാൽ ഞാനൊന്ന് വാങ്ങണുണ്ട്. എന്തായാലും എനിക്ക് 130 രൂപയ്ക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് വാങ്ങുകയാണ്. ഇത് വേറെ ഐറ്റംസാണ്. എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ അത് നല്ല മഞ്ഞ ഒരുപാടുണ്ട്. ഇത് ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണത് 5 ഏക്കറൊന്നല്ല, ഒരുപാട് 5 10 ഏക്കറിന്. ഇതല്ലാട്ടെ ഞാൻ അവിടെ പോയാൽ ഫ്രൂട്ട് ഉണ്ട് ജാബിയെ. ഇനി വേണം ആണ്ട് പോയേക്കാം. പോണാ എന്നാ പോവാ വാ.